പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലെ മൊഡ്യൂൾ 1 ആണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അതിന് ലൈഫ് സൈക്കിൾ ഉണ്ടാവും. അതുപോലെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മോഡൽസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽസ്. അതിലേതൊക്കെയാണ് മോഡൽസ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. അതിലാദ്യമായിട്ട് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഡെഫിനീഷനാണ്. വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായ ഒരു ഡിസിപ്ലിനായ ഒരു ക്വാണ്ടിഫയബിൾ അപ്രോച്ച് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സോഫ്റ്റ്വെയർ. അതായത് ഒരു ക്ലയൻറ്റ് ഒരു എഞ്ചിനീയർ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്കൊരു സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞത് മുതൽ നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് റിക്വയർമെൻറ്റ്സ് എടുക്കും. എന്തൊക്കെയാണ് ആ ക്ലയൻറ്റിൻ്റെ ആവശ്യം ആ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടത് എന്നുള്ളത്. അതും ആ റിക്വയർമെൻറ്റ്സ് തൊട്ട് ലാസ്റ്റ് അത് ഡിസൈൻ ചെയ്ത് അത് ഡിപ്ലോയ് ചെയ്ത്, അതായത് ഡെലിവറി ചെയ്തിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റും ടൈമൊക്കെ ലാഭിക്കാൻ പറ്റും. അതുപോലെ റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി അതൊക്കെ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഇതുണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ പ്രൊജക്റ്റ് ടൈപ്പുകളുണ്ട്, അതാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ബിസിനസ് സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, എഞ്ചിനീയറിംഗ്, എംബഡഡ്, AI ആൻഡ് വെബ്. ഇത്രയും സോഫ്റ്റ്വെയർസ് എന്തിനുണ്ട്? സോഫ്റ്റ്വെയർസ് ഡിഫറെൻറ്റ് ടൈപ്സാണിത്. ഇനി എമർജൻസ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഏർലി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഏർലി കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ പ്രോഗ്രാംസ് ആർ റിട്ടൺ ഇൻ ലോ ലെവൽ മെഷീൻ ലാംഗ്വേജ്, കോഡ് വാസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മെയിൻറ്റെയിൻ. അതായത് പണ്ട് എങ്ങനെയായിരുന്നു പ്രോഗ്രാംസ് റിട്ടൺ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. പണ്ട് നമുക്ക് ലോ ലെവൽ മെഷീൻ ലാംഗ്വേജസിലാണ് പ്രോഗ്രാംസൊക്കെ റൈറ്റ് ചെയ്തിരുന്നത്. അതായത് അന്ന് പറഞ്ഞ കോഡ്സൊക്കെ ഡിഫിക്കൽട്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്യാനും, പിന്നെ ഒരു കറക്റ്റായിട്ടൊരു സ്ട്രക്ചറൊന്നും ഇതിന് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പണ്ട് കാലങ്ങളിൽ. അതിനെ നമ്മൾ എന്ത് പറയും? ഏർലി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പറയും. അത് മെഷീൻ ലാംഗ്വേജസ് ആയിരുന്നു, ലോ ലെവൽ മെഷീൻ ലാംഗ്വേജസ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് C, ഫോർട്ടാൻ, കോബോൾ എന്നുള്ള എക്സാമ്പിളായിട്ടുള്ള ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈസിയർ ടു റൈറ്റ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡീബഗ്, ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഫോർ ഡിസൈൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ കൺട്രോൾ ഫ്ലോ ഡിസൈൻ, ഡാറ്റ സ്ട്രക്ചർഡ് ഓറിയൻറ്റഡ് ഡിസൈൻ, ഡാറ്റ ഫ്ലോ ഓറിയൻറ്റഡ് ഡിസൈൻ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. പിന്നെ നമുക്ക് വരുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ലൈഫ് സൈക്കിളാണ്. ലൈഫ് സൈക്കിളിൽ വരുന്നതാണ് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അത് 6 ഫേസസ് ഉണ്ട്. SDLC എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. SDLC ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? റിക്വയർമെൻറ്റ് ഗ്യാതറിങ്. എന്താണ് നമ്മൾ യൂസറിന് ആവശ്യം എന്നുള്ളത് നമ്മൾ റിക്വയർമെൻറ്റ് എടുക്കും യൂസർ അടുത്തുനിന്ന്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സിസ്റ്റം ഡിസൈൻ. ആ ഒരു റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിസ്റ്റത്തിന് എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും. തേർഡ് വൺ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ കോഡിങ്. നമ്മൾ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസൈൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോഡ് ചെയ്യും. ദെൻ നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമ്മൾ ടെസ്റ്റിംഗ് ടീമിനെ വെച്ചിട്ട് അത് റിക്വയർമെൻറ്റും കോഡിങ് എല്ലാം കറക്റ്റാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ദെൻ നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യും. ഡിപ്ലോയ്മെൻറ്റ് മീൻസ് ഡെലിവറി ചെയ്യും. ലാസ്റ്റ് വൺ മെയിൻ്റെനൻസ്. ഡെലിവറി ചെയ്താലും നമ്മൾ അവിടുന്ന് പോരുന്നില്ല, നമ്മളതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് മോഡൽസ്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ മോഡൽസാണ് മെയിനായിട്ട് വരുന്നത്. 6 മോഡൽസ് വരുന്നുണ്ട്. വാട്ടർഫോൾ മോഡൽ, ഐട്രേറ്റീവ് മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, സ്പൈറൽ, അഗ്ലി ആൻഡ് ബി മോഡൽ. ഇത്രയും മോഡൽസ് നമുക്ക് വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്നും കൂടെ അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഇനി സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിലെ ഫേസസിനെ നേരത്തെ പറഞ്ഞു. റിക്വയർമെൻറ്റ് അനാലിസിസ്, അതിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് വരിക എന്നുള്ളതാണ്. കളക്ട് റിക്വയർമെൻറ്റ് ഫ്രം യൂസേഴ്സ്, ഡോക്യുമെൻറ്റ് ഫംഗ്ഷണൽ ആൻഡ് നോൺ ഫംഗ്ഷണൽ റിക്വയർമെൻ്റ് ആണ് എടുക്കുക. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ക്രിയേറ്റ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. സെക്കൻഡ് വൺ എന്താണ്? സിസ്റ്റത്തിന് നമ്മൾ ഡിസൈൻ ചെയ്യും. ഡിസൈൻ ചെയ്യുന്നത് 2 ടൈപ്പ് ഡിസൈൻ ഉണ്ട്, ഹൈ ലെവൽ ഉണ്ട്, ലോ ലെവൽ ഉണ്ട്. പിന്നെ എന്താണ്? ഇംപ്ലിമെൻറ്റേഷൻ, കോഡ് ചെയ്യും നമുക്ക്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഡിപ്ലോയ് ചെയ്യും. ഡിപ്ലോയ് മീൻസ് ഇൻസ്റ്റാളേഷൻ ഓഫ് ദ സോഫ്റ്റ്വെയറിൻ്റെ മെഷീൻസ് ഓർ അല്ലെങ്കിൽ സെർവേഴ്സ്, അതിനാണ് ഡിപ്ലോയ്മെൻറ്റ് പറയുക. ദെൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഇയർലി അതിനെന്തെങ്കിലും പുതുക്കിയിട്ടും പിന്നെ നമ്മൾ അതിൽ എന്തെങ്കിലും എറേഴ്സ് വന്നാലും ഒക്കെ നമ്മൾ പിന്നെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. അതുപോലെ അപ്ഡേഷൻ വരുത്തും. അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും? മെയിൻ്റെനൻസ് എന്ന് പറയും. ഇത് ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് അതിൻ്റെ സ്റ്റെപ്സ്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് വാട്ടർഫോൾ മോഡൽ. വാട്ടർഫോൾ മോഡൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡലാണ് ഈ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വരുന്നത് നമുക്ക് റിക്വയർമെൻറ്റ്സ്, അതായത് റിക്വയർമെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർഫോൾ മോഡലാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്യുക.
പിന്നെ ഇവിടെ പറയുന്നത് നമ്മൾ കോംപ്ലക്സ് ആയ ലാർജ് ആയിട്ടുള്ള പ്രൊജക്റ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർഫോൾ മോഡൽ സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഫേസസ് ആണ് വരുന്നത്. ഇത്രയും ഫേസസ് റിക്വയർമെൻറ്റ്, ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ്, മെയിൻ്റെനൻസ്, ഇത്രയും ഫേസസ് ആണ് നമ്മൾ വാട്ടർഫോൾ മോഡലിനുള്ളത്. റിക്വയർമെൻറ്റ് പറഞ്ഞാൽ നമ്മൾ നോർമലി റിക്വയർമെൻറ്റ്സ് എടുക്കുക. ഡിസൈൻ 2 ടൈപ്പ് ഡിസൈൻസ് ഉണ്ട്. പിന്നെ ഡിപ്ലോയ്മെൻറ്റ് എന്താണ്, ടെസ്റ്റിംഗ് എന്താണ്. ടെസ്റ്റിങ്ങിൽ നമുക്ക് ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്, ഇത്രയും ഒരുപാട് ടെസ്റ്റിങ്സ് വരുന്നുണ്ട്. പിന്നെ ഡിപ്ലോയ്മെൻറ്റ്, മെയിൻ്റെനൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ വരുന്നത്. പിന്നെ ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പിന്നെ അതുപോലെ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്വാൻറ്റേജസ് പഠിക്കുക. ഈസി ടു അണ്ടർസ്റ്റാൻഡ്, 1 phase at a ടൈം, ക്ലിയർലി ഡിഫൈൻഡ് സ്റ്റേജസ്, ക്ലിയർ മൈൽ സ്റ്റോണ്, വെൽ ഡോക്യുമെൻറ്റ്, ഗുഡ് പ്രാക്ടീസ്, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞാൽ നോ ഫീഡ്ബാക്ക് പാത്ത്, ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ചേഞ്ചസ്, നോ ഫേസ് ഓവർലാപ്പ്, റൈറ്റ് സ്ട്രക്ചർ, ഇങ്ങനെ ഒരു 4-5 ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കുക. നെക്സ്റ്റ് വരുന്ന മോഡലാണ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു SDLC മോഡൽ തന്നെയാണ്. ഇവിടെ നമ്മൾ ദിസ് മോഡൽ യൂസ്ഡ് വെൻ കസ്റ്റമേഴ്സ് ഡു നോട്ട് നോ ദ എക്സാക്ട് പ്രൊജക്ട് റിക്വയർമെൻറ്റ്. നമുക്ക് വാട്ടർഫോൾ മോഡലിന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റായിട്ട് ആ ക്ലയൻറ്റിന് നമുക്കൊരു റിക്വയർമെൻറ്റ് തരാൻ അറിയില്ല, അയാൾക്കതിലെ നോളജ് ഇല്ല. അങ്ങനത്തെ ഒരു ഇതിനെ നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് പറയാം. ഇവിടെ എന്ത് ചെയ്യും, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കും, എന്നിട്ട് നമ്മളൊരു ഏകദേശം ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം നമ്മളത് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. പിന്നെയും കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കും, എന്നിട്ട് പിന്നെയും ഒന്ന് ഡെവലപ്പ് ചെയ്യും, പിന്നെയും ടെസ്റ്റ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു പ്രോസസ്സ് നടന്നു പോവുകയാണ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഫേസസ്. ഫേസസിൽ റിക്വയർമെൻറ്റ് സെയിം തന്നെ, റിക്വയർമെൻറ്റ് എടുക്കും, എന്നിട്ട് ക്വിക്കായിട്ട് ഡിസൈൻ ചെയ്യും, എന്നിട്ട് നമ്മൾ പ്രോട്ടോടൈപ്പ് കൊടുക്കും, എന്നിട്ട് പിന്നെ യൂസറിന് ഇവാലുവേഷൻ കൊടുക്കും, എന്നിട്ട് റിഫൈൻ പ്രോട്ടോടൈപ്പ്, പിന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് നോക്കുക. ഇനി സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് വാട്ട് ഈസ് റിക്വയർമെൻറ്റ് ഗാദറിങ്. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്തായിരുന്നു, നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ റിക്വയർമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂൾ കാര്യമായിട്ട് വരുന്നത്. റിക്വയർമെൻറ്റ് ഗാദറിങ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് അനലൈസിങ്, ഡോക്യുമെൻറ്റിംഗ് ദ നീഡ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ എ ന്യൂ സിസ്റ്റം ഓർ പ്രൊഡക്റ്റ് ഓർ പ്രോസസ്സ്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സോഫ്റ്റ്വെയർ വാങ്ങാൻ വരുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ എക്സ്പെക്റ്റേഷൻസ് എടുക്കുക, അതുപോലെ അവരുടെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ അനലൈസ് ചെയ്യുക, അതുപോലെ അതിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ റിക്വയർമെൻറ്റ് ഗാദറിങ്ങിൽ വരുന്നത്. ഇത് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഏർലി ഫേസസ് ഇൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി ഏർലി ഫേസാണ് നമ്മൾ ഡെവലപ്മെൻറ്റിലുള്ളത്. ഇനി വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ദ റിക്വയർമെൻറ്റ് ഗാദറിങ്. എന്താണ് ഇമ്പോർട്ടൻ്റ്, റിക്വയർമെൻറ്റ് ഗാദറിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അത് നമ്മൾ എന്തൊക്കെ ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. റിക്വയർമെൻറ്റ് ഗാദറിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് എടുക്കും എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യും. ഇൻ്റർവ്യൂ ചെയ്താൽ ഇൻ്റർവ്യൂ മീൻസ് 1-to-1 കോൺവെർസേഷൻ നമ്മൾ ഇൻ്റർവ്യൂ പറയുക. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവർ ആൻസർ ചെയ്യും. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സെക്കൻഡ് വൺ സർവേ. സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് കളക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സർവേ വഴി നമുക്ക് റിക്വയർമെൻറ്റ്സ് എടുക്കാൻ പറ്റും. പിന്നെ വർക്ക്ഷോപ്പ്, പിന്നെ എന്തെങ്കിലും കൊളാബറേറ്റീവ് സെക്ഷൻ വിത്ത് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് എന്തെങ്കിലും കൊളാബറേറ്റീവ് സെക്ഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവേഷനിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, റിയൽ ടൈം ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യും, വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഒബ്സർവേഷന്. ദെൻ ഡോക്യുമെൻ്റ് അനാലിസിസ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് സിസ്റ്റോ റിപ്പോർട്ട്സൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, പ്രോട്ടോടൈപ്പിംഗ് പറഞ്ഞാൽ യൂസ് വിഷ്വൽ മോഡൽ ഓർ വയർ ഫ്രെയിം ടു ഗെറ്റ് ഫീഡ്ബാക്ക്. നെക്സ്റ്റ് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഐഡിയ ജനറേഷൻ. ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഐഡിയാസിനെ അങ്ങനെ ജനറേറ്റ് ചെയ്യും, പക്ഷേ അവിടെ ജഡ്ജ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇത്രയും. പിന്നെ യൂസ് കേസ്, ഇൻ്റർഫേസ് അനാലിസിസ്, ജോയിൻ്റ് ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എന്തിന്, നമ്മൾ റിക്വയർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസ്. സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് സ്റ്റഡി ആൻഡ് അനലൈസിങ് ഡിസ്ക്രൈബിങ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്. നമ്മൾ ഈ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റിന് എടുത്തതിന് ശേഷം നമ്മൾ സിംപ്ലി ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അനലൈസ് ചെയ്യുക. അനലൈസേഷനിൽ എന്തൊക്കെ വരും, ജസ്റ്റ് സ്റ്റഡി വരും, അനലൈസിങ് ആൻഡ് ഡിസ്ക്രൈബിങ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്. ഇതിന് നമ്മൾ സോഫ്റ്റ്വെയർ അനലൈസ് എന്ന് പറയുക. അതിൻ്റെ ആക്ടിവിറ്റീസാണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസിൻ്റെ റിവ്യൂ, പ്രോബ്ലം റെക്കഗ്നീഷൻ, ഇവാലുവേഷൻ, സിന്തസിസ്, മോഡലിംഗ് ആൻഡ് സ്പെസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ വരിക, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസിൽ വരിക. ഇതിൽ പ്രോബ്ലം റെക്കഗ്നീഷൻ പറഞ്ഞാൽ എന്താ,
എന്താണ് നമുക്ക് റിക്വയർമെൻറ്റ് വേണ്ടത് എന്നുള്ളതാണ് പ്രോബ്ലം റെക്കഗ്നിഷനിൽ വരിക. പിന്നെ ഇവാലുവേഷൻ സിന്തസിസിൽ വരുന്നത് ഇവാലുവേഷൻ മീൻസ് എന്താണ്, ചെക്കിംഗ് ദ റിക്വയർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നും ചെക്ക് ചെയ്യുക. സിന്തസിസ് എന്ന് പറഞ്ഞാൽ പുട്ടിങ് ആൾ പാർട്സ് ടുഗദർ ടു സീ ദ ഫുൾ പിക്ചർ, ഇതാണ് ഇവാലുവേഷന്. പിന്നെ നമുക്ക് സ്പെസിഫിക്കേഷൻ വരുന്നത് റിവ്യൂ. ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ എന്തിൽ വരുന്നത്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് എന്താണ് നമ്മൾക്ക് ഇതിൻ്റെ പർപ്പസ്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് അനാലിസിസിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്താണ്, പ്രോബ്ലം ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ ഡിസ്ക്രൈബ് സ്കോപ്പ് അക്യുറേറ്റ്ലി. നെക്സ്റ്റ് എൻഷുർ ഫീസിബിലിറ്റി. ഫോർത്ത് എലിമിനേറ്റ് ആംബിഗിറ്റി. ഫിഫ്ത്ത് സപ്പോർട്ട് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. 6 എനാബിൾ ടെസ്റ്റിംഗ്. 7 ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് എന്തിനു വേണ്ടത്, റിക്വയർമെൻറ്റ് അനാലിസിസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് റിക്വയർമെൻറ്റ് പ്രോബ്ലം, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് പ്രോബ്ലംസിൻ്റെ ടൈപ്പ് എന്നുള്ളതാണ്. ഇൻകംപ്ലീറ്റ് റിക്വയർമെൻറ്റ്, ആംബിഗസ് ഉണ്ട്, ഇൻകൺസിസ്റ്റൻറ്റ്, അൺവെരിഫയബിൾ, അൺനെസസറി റിക്വയർമെൻറ്റ് ആൻഡ് ചേഞ്ച് റിക്വയർമെൻറ്റ്, അൺഡിസ്കവേർഡ് റിക്വയർമെൻറ്റ്. ഇത്രയും റിക്വയർമെൻറ്റ്സ് ഉണ്ട് നമുക്ക് ടൈപ്സിൽ. ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് സം ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആർ മിസ്സിങ്. അതായത് നമ്മൾ റിക്വയർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് എറേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ റിക്വയർമെൻറ്റ് പ്രോബ്ലംസ് എന്ന് പറയുക. ഇൻകംപ്ലീറ്റ് റിക്വയർമെൻറ്റ് നമ്മൾ റിക്വയർമെൻറ്റ് ഒക്കെ എടുത്തു, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുള്ളത് മനസ്സിലാവും. പിന്നെ ആംബിഗസ് എന്ന് പറഞ്ഞാൽ ദ റിക്വയർമെൻറ്റ് ക്യാൻ ബി ഇൻ്റർപ്രിറ്റഡ് ഇൻ മോർ ദാൻ വൺ വേ, അതായത് ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും, അതിനെ നമ്മൾ എന്താ ആംബിഗസ് എന്ന് പറയും. ഇൻകൺസിസ്റ്റൻറ്റ് പറഞ്ഞാൽ ട്യൂർമർ റിക്വയർമെൻറ്റ് കോൺട്രഡിക്റ്റ്, രണ്ട് റിക്വയർമെൻറ്റ്സ് കോൺട്രഡിക്റ്റ് ഈച്ച് അതർ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് എന്താണ്, ഇൻകൺസിസ്റ്റൻറ്റ് പറഞ്ഞു. അൺവെരിഫയബിൾ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല റിക്വയർമെൻറ്റ്സ് എന്നുള്ളത്. പിന്നെ അൺനെസസറി റിക്വയർമെൻറ്റ്സ് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ആർ ഇൻക്ലൂഡഡ് ദാറ്റ് ആഡ് നോ റിയൽ വാല്യൂ, റിയൽ ആയിട്ടുള്ള വാല്യൂസ് ഒന്നും ആയിരിക്കില്ല ഈ ഫീച്ചേഴ്സ് ആഡ് ചെയ്തതിലുണ്ടായിരിക്കുക. പിന്നെ അൺഡിസ്കവേർഡ് പറഞ്ഞാൽ റിക്വയർമെൻറ്റ് ആർ നോട്ട് ഐഡൻറ്റിഫൈഡ് ഡ്യൂറിങ് ഗ്യാതറിങ്ങിൻ്റെ സമയത്ത് റിക്വയർമെൻറ്റ്സ് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് വരുന്നതാണ് SRS ഡോക്യുമെൻറ്റ്. SRS ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്. അത് നമ്മൾ റിക്വയർമെൻറ്റ് ഗ്യാതറിങ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ എന്ത് പറയാം, SRS. അതിൻ്റെ ഫുൾ ഫോമാണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. SRS ഡിഫൈൻ ദ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. ഇത് നമുക്ക് മെയിനായിട്ട് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക, ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും ഉണ്ടായിരിക്കും. ഇത് പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻ്റാണ്, ബ്ലൂ പ്രിൻറ്റ് ഫോർ ഡെവലപ്പിംഗ് ടെസ്റ്റിംഗ് ആൻഡ് വാലിഡേഷൻ ടീമിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് എന്ത് SRS ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൽ വരുന്ന യൂസേഴ്സ് ആരൊക്കെയെന്നുള്ളതാണ്. എൻഡ് യൂസേഴ്സ് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മാനേജേഴ്സ്, ഡെവലപ്പേഴ്സ് ആൻഡ് ടെസ്റ്റേഴ്സ്. എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, മെയിൻ യൂസേഴ്സ് ഹി യൂസ് ദ സിസ്റ്റം. എക്സാമ്പിൾ കസ്റ്റമർ, സ്റ്റുഡൻറ്റ്, സ്റ്റാഫ്, ഇവരൊക്കെയാണല്ലോ നമ്മളിന്ന് സോഫ്റ്റ്വെയർ വാങ്ങിക്കുക. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മൾ എൻഡ് യൂസേഴ്സ് എന്ന് പറയും. അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുന്ന ആൾക്കാർ, മാനേജ് സെറ്റിങ്സ്, യൂസർ ഡാറ്റ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരെയാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറയുക. മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ. ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഡ് ചെയ്യുക, നമ്മൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ. ടെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിലോ പിന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്ത് പറയും, ടെസ്റ്റേഴ്സ് എന്ന് പറയും. പിന്നെ യൂസർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇവിടെ പറഞ്ഞാൽ യൂസറിന് എന്തൊക്കെ ടൈപ്പ് ക്യാരക്ടർ വേണം എന്നുള്ളതാണ്. നമ്മുടെ യൂസർ എപ്പോഴും ടെക്നിക്കലി സ്കിൽ ലെവലുള്ള ആളായിരിക്കണം, എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. പിന്നെ അയാൾ ഏതൊക്കെ ലാംഗ്വേജസ് ഹാൻഡ് ഓവർ ചെയ്യുന്നുള്ളത് നോക്കണം. പിന്നെ എങ്ങനെ ഫ്രീക്വൻസി യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയാൾ ഡെയിലി വീക്കിലി ആണോ അതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഡിവൈസാണ് ഇയാൾ യൂസ് ചെയ്യുക. അതുപോലെ ആക്സസിബിലിറ്റി പറഞ്ഞാൽ എപ്പോഴും ഇയാൾ ആക്സസ് ആണോ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ആ യൂസറിൻ്റെ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ വാങ്ങുന്ന ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാറ്റഗറീസ് ഓഫ് റിക്വയർമെൻറ്റ് SRS ഡോക്യുമെൻറ്റ്, ഏതൊക്കെ ടൈപ്പ് റിക്വയർമെൻറ്റാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. അത് SRS ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ വേണം, ഫങ്ഷണൽ റിക്വയർമെൻറ്റും വേണം, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇൻ്റർഫേസ് റിക്വയർമെൻറ്റ്, എന്തൊക്കെ ടൈപ്സ് ഇൻ്റർഫേസാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. യൂസർ ഇൻ്റർഫേസ്, ഇൻ്റർഫേസ് റിക്വയർമെൻറ്റ് 3 റിക്വയർമെൻറ്റ്സ് വേണം. ഫങ്ഷണൽ, നോൺ ഫങ്ഷൻ ആൻഡ് ഇൻ്റർഫേസ് റിക്വയർമെൻറ്റ്. ഇൻ്റർഫേസ് റിക്വയർമെൻറ്റിൽ വേണ്ടത് UI റിക്വയർമെൻറ്റ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും റിക്വയർമെൻറ്റ്സ് വേണം. പിന്നെ നമുക്ക് വരുന്ന ഡിസൈൻ, ഇപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ്
റിക്വയർമെൻറ്റ് ഗ്യാതറിങ് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഡിസൈനാണ് നെക്സ്റ്റ്. ഡിസൈൻ നമ്മൾ 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു. ഏതൊക്കെയാണ്? ഹൈ ലെവൽ ഡിസൈൻ, ലോ ലെവൽ ഡിസൈൻ. റിക്വയർമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യാം. SRS ഡോക്യുമെൻ്റൊക്കെ സെറ്റാക്കി നമ്മൾ ഡിസൈൻ ചെയ്യും. ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ. ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒരു വ്യൂ കിട്ടില്ലേ, അതിന് നമ്മൾ ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയും, അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈൻ പറയും. ലോ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈൻസിനെ നമ്മൾ എന്ത് പറയും? അതായത് കംപ്ലീറ്റ് ഇപ്പോൾ ഒരു വീട് എടുക്കുകയാണെങ്കിൽ പ്ലംബിങ്ങും കറണ്ടും ഇലക്ട്രിക്കൽ വർക്കും എല്ലാം അങ്ങനെ ടോട്ടൽ വർക്ക്സുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തരുന്നത് നമ്മൾ ലോ ലെവൽ ഡിസൈൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറയും. പിന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസാണ് ഇതൊക്കെ. അബ്സ്ട്രാക്ഷൻ, മോഡുലാരിറ്റി, റിയൂസബിലിറ്റി, ഇത്രയും കപ്ലിങ്, കോഷൻ, ഇത്രയും ഇഷ്യൂസ് നമ്മൾ എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നുള്ളതാണ്. ഇതൊക്കെ ടൈപ്സ് ഓഫ് ഡിസൈൻസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസൈൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസൈൻ ഇമ്പോർട്ടൻറ്റ് വൺ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസൈനിൽ എന്തൊക്കെയാണ്? ആർക്കിടെക്ചർ ഡിസൈൻ, ഡീറ്റെയിൽ ഡിസൈൻ, ഇൻ്റർഫേസ്, ഡാറ്റ ഡിസൈൻ, കമ്പൗണ്ട് ഡിസൈൻ. പിന്നെ ഒരു ഗുഡ് ഡിസൈനിൻ്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? മോഡുലാരിറ്റിൻ്റെ, കറക്റ്റ്നെസ്, റിയൂസബിലിറ്റി ക്യാരക്ടേഴ്സ് വേണം. പിന്നെ നമുക്ക് വരുന്നത് കപ്ലിങ്ങും കോഷനാണ്. കപ്ലിംഗ് കോഷനും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇമേജ് നോക്കൂ. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ മൊഡ്യൂൾസ് ആയിട്ട് ആ സോഫ്റ്റ്വെയറിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ മൊഡ്യൂൾ ഓരോ ഡെവലപ്പേഴ്സിന് കൊടുക്കുക ചെയ്യും. അപ്പോൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 പറഞ്ഞിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ഓരോ ഡെവലപ്പേഴ്സിന് കൊടുക്കും. അവർ ആ മൊഡ്യൂൾസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, അടുത്ത ആൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാം കൂടെ ഒരാളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു പ്രൊജക്റ്റ് ആവുന്ന സമയത്ത്. അപ്പോൾ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ മൊഡ്യൂൾസ്. അതായത് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും. ഇടയിലൊരു ഡിപ്പെൻഡൻസി ഉണ്ടാവില്ലേ, അതിന് നമ്മൾ എന്ത് പറയും? കപ്ലിംഗ് എന്ന് പറയും. ഇപ്പോൾ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. അതുപോലെ മൊഡ്യൂൾ 3 മൊഡ്യൂൾ 2 അങ്ങനെ തമ്മിലുള്ള 2 മൊഡ്യൂൾസ് നമ്മളെ കണക്ഷൻസിന് ഇൻ്റർ ഡിപ്പെൻഡൻസിൻ്റെ കപ്ലിംഗ് എന്ന് പറയും. ഇതിൽ ഹൈ കപ്ലിംഗ് ഉണ്ട്, ലോ കപ്ലിംഗ് ഉണ്ട്. ഹൈ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ കുറേ മൊഡ്യൂൾസ് തമ്മിൽ നല്ല ക്ലോസ് ആണെങ്കിൽ നമ്മൾ ഹൈ കപ്ലിംഗ് എന്ന് പറയും. ലോ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾസ് തമ്മിൽ അത്ര കണക്ഷനൊന്നും ഉണ്ടാവില്ല, അതിന് നമ്മൾ ലോ കപ്ലിംഗ് എന്ന് പറയും. ഇനി ബെസ്റ്റും വേസ്റ്റും ഇത്രയും കപ്ലിംഗ് നമുക്കുണ്ട്. അതായത് മേലിൽ നിന്ന് താഴോട്ട് പോകും തോറും കപ്ലിംഗ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഏറ്റവും മുകളിലതായിരിക്കും ടോപ്പ്. ഇതിൽ ഏതൊക്കെയാണ് ഓരോ കപ്ലിങ്ങും അതിൻ്റെ ഡെഫിനീഷൻസും ഉണ്ട് കേട്ടോ. പിന്നെ കോഷൻ എന്ന് പറഞ്ഞാൽ ഈ മൊഡ്യൂൾസിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കുറേ എലമെൻസുകൾക്ക് ഉണ്ടായിരിക്കും. മൊഡ്യൂളിൻ്റെ ഉള്ളിൽ എലമെൻറ്റ് ഉണ്ടാകും. ആ എലമെൻറ്റ്സ് തമ്മിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസിനെ നമ്മൾ എന്ത് പറയും? കോഷൻ എന്ന് പറയും. ഇപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോഷൻ എന്ന് പറഞ്ഞാൽ ഇത് മേലെ നിന്ന് താഴോട്ട് പോകുന്നതോറും കോഷൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും ഹൈ കോഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷനാണ്, ഏറ്റവും താഴെ കോയിൻസിഡൻ്റൽ. ഇനി നമ്മൾ നമ്മളെ കണക്ഷൻസ് ഉണ്ട്. പിന്നെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പിന്നെ ഡിസൈൻ അപ്രോച്ചസ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഡിസൈൻ അപ്രോച്ചസ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ വരുന്നത് നമുക്ക് 4 ടൈപ്പ് ഡിസൈൻസ് ആണ്. ടോപ്പ് ഡൗൺ ഡിസൈൻ, ബോട്ടം അപ്പ്, സ്ട്രക്ചേർഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. പിന്നെ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ആ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈനാണ് ഇത്. ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ബ്രേക്കിംഗ് ഇറ്റ് ടു സ്മോൾ പാർട്ട്. നമ്മൾ സോഫ്റ്റ്വെയറിനെ എന്ത് ചെയ്യും? സ്മോൾ പാർട്ടാക്കിയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യുന്നതിന് നമ്മൾ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഫിഗർ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസെപ്റ്റ് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് പറയും? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറയും. അതിൻ്റെ ഐഡിയാസ് ഈ ഒരു മെത്തേഡ്സിലൊക്കെ നമ്മളത് ചെയ്യുക. പിന്നെ കമ്പാരിസൺ ഉണ്ട്. ഫംഗ്ഷൻ ഓറിയൻറ്റഡ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കമ്പാരിസൺ ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ. യൂസർ ഇൻ്റർഫേസ് ഡിസൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് യൂസർ ഇൻ്റർഫേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്.